സർ കെ.ടി. ജയകൃഷ്ണ മാസ്റ്റർ ബലിദാന ദിനാചരണത്തിന് ചെറുപുഴയിൽ തുടക്കമായി. 1991 ഡിസംബർ 1 പാനൂർ മൊകേരി ഈസ്റ്റ് യു പി സ്കൂളിലെ പിഞ്ചു വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് CPMകാർ വെട്ടിക്കൊലപ്പെടുത്തിയ സർ കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനത്തിൻ്റെ 25ാം വാർഷികത്തിന് ചെറുപുഴയിൽ തുടക്കമായി. 2011 ഡിസംബർ 1 പയ്യന്നൂർ പെരുമ്പയിൽ വെച്ച് CPMകാർ കൊലപ്പെടുത്തിയ സർ C.K. വിനോദ് കുമാർ വെട്ടേറ്റു വീണ സ്ഥലത്തു നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പതാക ജാഥ സമ്മേളന നഗരിയായ ചെറുപുഴ സർ വിനോദ് കുമാർ നഗറിൽ എത്തിച്ചേർന്നു. ചടങ്ങിൽ BJP സംസ്ഥാന സമിതി അംഗവും മുതിർന്ന നേതാവുമായ PP കരുണാകരൻ മാസ്റ്റർ പതാക ഉയർത്തി. തുടർന്ന് ആദ്യകാല പ്രവർത്തകരെ ആദരിച്ചു. യോഗത്തിൽ ജയപ്രകാശ് വെള്ളറ സ്വാഗതം ആശംസിച്ചു. K. ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങ് PP കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. C. നാരായണൻ, സന്തോഷ് കൊട്ടാരം, പനക്കീൽ ബാലകൃഷ്ണൻ, MP രവീന്ദ്രൻ, രാജേഷ് MS, യോഗത് പങ്ങടം, ഗംഗാധരൻ കാളീശ്വരം, VR സുനിൽ, രാജു ചുണ്ട, KK സുകുമാരൻ, രവീന്ദ്രൻ രാമന്തളി തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊടക്കൽ ദാമോദരൻ നന്ദി അറിയിച്ചും സംസാരിച്ചു. ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കാക്കയഞ്ചാലിൽ നിന്നും പ്രകടനം ആരംഭിക്കും. വൈകുന്നേരം 5 മണിക്ക് സർ വിനോദ് കുമാർ നഗറിൽ പൊതുസമ്മേളനം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്യും. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി രാഹുൽ ഗോപിദാസ് മുഖ്യപ്രഭാഷണം നടത്തും. നമ്മുടെ പ്രിയങ്കരനായ കരുണാകരൻ മാസ്റ്ററെ ആദരിക്കുന്നതിന് വേണ്ടി മണ്ഡലം പ്രസിഡന്റ് അവരെ ആദരിച്ചിരിക്കുന്നു. ഒരു യാത്ര, ധൈര്യപ്പെട്ടൊരു യാത്ര നടത്തി ജാലിയൻ വാല ബാഗിലെത്തിയപ്പോ എന്റെ ഓർമ്മയിൽ അറിയാതെ ജയകൃഷ്ണൻ വന്നുപോയി. എന്ന് തുടങ്ങിയിരിക്കുന്നു ഈ ബലിദാനം, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്ന് തുടങ്ങിയിരിക്കുന്നു? 1967 ആദ്യമായിട്ട് ഞങ്ങളൊക്കെ പങ്കെടുത്ത ഭാരതീയ ജനസംഘത്തിന്റെ 14ാം അഖില ഭാരതീയ സമ്മേളനത്തിൽ വെച്ച് അധ്യക്ഷ പദവി ഏറ്റെടുത്ത് തിരിച്ചുള്ള യാത്രയിൽ സ്വർഗീയ ദീനദയാൽജി കൊല്ലപ്പെട്ടു. അന്ന് കുട്ടിക്കൃഷ്ണമാരാര് വേദനയോട് പറഞ്ഞു, ഈ ഭാരതാംബ എത്ര രക്തദാഹിയാണ്, എത്ര യജ്ഞപശുക്കളാണ് ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അർപ്പിക്കേണ്ടത്. ദീനദയാൽ ഉപാധ്യായ 1ാമത്തെയോ 2ാമത്തെയോ ബലിദാനിയല്ല, യജ്ഞപശുവല്ല. ഇനിയും ഇനിയും ഈ അമ്മ കൂടുതൽ കൂടുതൽ ബലിദാനികളെ ആഗ്രഹിക്കുന്നുവോ ഈ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് എന്ന് കുട്ടിക്കൃഷ്ണമാരാർ പോലും ചോദിച്ചു. ഞാൻ ഓർക്കുന്നു, ഈ വിനോദ് കുമാർ എന്ന് പറഞ്ഞ കുട്ടിയെ അദ്ദേഹം വിളിച്ച് ഈ ഇതിന്റെ ജന്മഭൂമിയുടെ ഫോട്ടോഗ്രാഫറാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മുഖം കണ്ടിട്ടില്ല. അവന്റെ അച്ഛനെ എനിക്കറിയാം. ഞാൻ അധികം സംസാരിക്കാനുള്ള ആരോഗ്യം, ശേഷി എനിക്കില്ല. പക്ഷെ എങ്കിലും എൻ്റെ ആത്മാർത്ഥമായ ആവേശത്താൽ ഞാൻ ഈ 2 ബലിദാനികളെ സ്മരിക്കുന്ന ഈ വേളയിൽ എൻ്റെ പഴയ കുടുംബാംഗങ്ങളുമായിട്ട്, കാരണം ഞാൻ സന്തോഷിനോട് പലപ്പോഴും പരാതി പറയാറുണ്ട്, ഈ പുതിയ തലമുറയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമോ എന്ന് എല്ലാവർക്കും അറിയില്ല. എനിക്ക് രാജപ്പനെയൊക്കെ കാണുമ്പോൾ തോന്നിയതാ. കാരണം അവര് കണ്ടിട്ടുള്ള BJPയും സന്തോഷമൊക്കെ കാണുന്ന BJPയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ആ പൂർവകാല പ്രവർത്തകരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളെ ആദരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങളെ ഓർമ്മിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളോടല്ലാതെ പറയാൻ കഴിയുമോ? ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എന്ന് പറയുന്ന സാധാരണക്കാരെ മുഴുവൻ നേതാക്കളും ചതിക്കുകയാണ്. ഈ രാഹുലിന് ഭാരതത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. എങ്ങനെയായാലും ലാഭം നെഹ്റു കുടുംബത്തിനുണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പ്രിയങ്ക സത്യപ്രതിജ്ഞ ചെയ്തതോടുകൂടി അമ്മയും മക്കളും ഒക്കെ MP മാരായി. ഞാൻ ഈ പറയുന്നത്, ഇവിടെ ജനാധിപത്യം നശിക്കുന്നു, ഇവിടെ പൗരാവകാശം നശിക്കുന്നു, ഇവിടെ ഭരണഘടന വലിച്ചെറിയപ്പെടുന്നു. ഇതിനെതിരെ പടപൊരുതാൻ
നമുക്ക് മാത്രമേ കഴിയൂ. നമ്മുടെ കുട്ടികൾ ആ കാര്യത്തിൽ കച്ചകെട്ടി ഇറങ്ങണം. അതിനു വേണ്ടിയാണ് ആയിരിക്കണം ഒരുപക്ഷെ KT ജയകൃഷ്ണന്റെയും വിനോദ് കുമാറിന്റെ ഒക്കെ ബലിദാനം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് ഓർക്കണം. സ്വർഗീയ ജ്യേഷ്ഠന്മാരുടെ ബലിദാന ദിനമാണ് നാളെ നടക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്നിട വൈദ്യുതായ സംഘടിപ്പിച്ചത്. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പഴയകാല പ്രവർത്തകന്മാരെ ആദരിക്കുക. ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ആരാധ്യനായ കരുണാകരൻ മാസ്റ്റർ അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ BJPയെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും വെറുത്തുയർ. അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ആദരവേറ്റുവാൻ വേണ്ടി ഗോപിയേട്ടനെ ക്ഷണിക്കുകയാണ്. പ്രിയങ്കരനായ രാമേന്ദ്രേട്ടൻ കുറിച്ചാകുന്നു. രാമേന്ദ്രേട്ടന്റെ വേദിയിലേക്ക് നാരായണേട്ടൻ മുളപ്പറ പയ്യന്നൂർ മണ്ഡലത്തിലെ BJPയുടെ രാഷ്ട്രീയവുമായി ഈ പാർട്ടിയോടൊപ്പം സജീവമായി പ്രവർത്തിക്കുന്ന ശ്രീ മുളപ്പസ്ഥാനങ്ങൾക്ക് കരുത്തു പകർന്നുകൊണ്ട് നിൽക്കുന്ന ശ്രീ കുറുമ്പൽ രാമയാണ്. ഈ അവസരത്തില് 25 വർഷമായിട്ട് ജയകൃഷ്ണമാഷിന്റെ വിടവ് നികത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നൊരു സത്യമാണ്. പക്ഷേ ഈ കൊലപാതകത്തോടെ നമ്മളെ ഭയപ്പെടുത്തി പിന്മാറ്റാം എന്നുള്ള ആ ധാരണ വളരെ തെറ്റാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. കൊലപാതകങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന CPM ഇപ്പോഴും നമ്മുടെ പ്രവർത്തകരെ കാങ്കോലും പെരിങ്ങോം ഭാഗങ്ങളിലൊക്കെ പ്രവർത്തകരുടെ ബൈക്ക് എത്തിക്കുക, അവരെ മർദ്ദിക്കുക ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, ഇതിനെതിരെ പ്രതികരിക്കാൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കാവും ഞങ്ങൾക്ക് അതിനുള്ള അംഗബലമുണ്ട്. പക്ഷേ ഞങ്ങളത് ചെയ്യുന്നില്ല. കാരണം ഞങ്ങള് വെള്ളം കഞ്ചാവും കൊടുത്തല്ല ഞങ്ങളുടെ പ്രസ്ഥാനം വളർത്തുന്നത്, ഞങ്ങളുടെ പ്രവർത്തകരെ നിയന്ത്രിക്കുന്നത്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.